അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ ഈ അബ്രഹാമിൻ്റെ ബലിയെ കാണുമ്പോൾ എന്താണ് നമ്മുടെ ടേക്ക് അവേ? നമ്മൾ എന്താണ് ഇതിൽ നിന്ന് എടുക്കേണ്ട പാഠം? സത്യത്തിൽ നമ്മൾ രണ്ട് മക്കളെ ഒരേ മലയിൽ ഒരുമിച്ച് നിർത്തി കാണണം. പഴയ നിയമത്തിൽ നിന്ന് ഇസഹാക്കിനെ കൊണ്ടുവന്ന് ആ മോറിയ മലയിൽ നമ്മൾ നിർത്തുകയാണ്. പുതിയ നിയമത്തിൽ നിന്ന് കർത്താവ് ഈശോ മിശിഹായും ഈ കാൽവരി മലയിൽ, മോറിയ മലയുടെ മറ്റൊരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ രണ്ട് മക്കൾ, എന്തായിരുന്നു ഈ രണ്ടുപേരുടെയും തലവര? ഒരാളുടെ തലവര അയാളെ വെറുതെ വിട്ടു എന്നതാണ്. ഹി വാസ് ഗോഡ് ലെറ്റ് ഹിം ഗോ ഫ്രീ. ദൈവം അവനെ വെറുതെ വിട്ടു. ദൈവം അവനെ ശിക്ഷിക്കാതെ, കൊല്ലപ്പെടാതെ പറഞ്ഞയച്ചു. എന്നാൽ ഈ രണ്ടാമത്തെ മകനോ? ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. അതായത് പഴയ നിയമത്തിലെ സംഭവങ്ങളെല്ലാം മനപ്പാഠം പോലെ അറിയാമായിരുന്ന ആളാണ് പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മ ഈ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ മോറിയ മലയിൽ കൊണ്ടുപോയ ആ ജീവിത കഥ വായിച്ചിട്ടുണ്ട്. ആ അമ്മ കാൽവരിയുടെ നെറുകയിൽ കുരിശിലേക്ക് മകനെ ഇങ്ങനെ ചേർത്ത് വെച്ച് പട്ടാളക്കാർ ആണി വെച്ച് ആണി അടിക്കുമ്പോൾ ആ അമ്മ മനസ്സിൻ്റെ കണ്ണാടിയിൽ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവും. ആ ചിത്രം ഇതാണ്. പണ്ട് ഇതേ മലയിൽ അബ്രഹാം എന്ന മറ്റൊരപ്പൻ തൻ്റെ മകനെയും കൊണ്ട് ഇങ്ങനെ കത്തി ഉയർത്തുന്ന ആ നിമിഷാർദ്ധത്തിൻ്റെ നൊടിനാഴിക നേരത്തിനുള്ളിൽ മകനെ കൊല്ലരുതെന്ന് പറഞ്ഞ് ഒരു ദൈവസ്വരം മുഴങ്ങിക്കേട്ടത് ഈ അന്തരീക്ഷത്തിലാണ്. കണ്ണുപൂട്ടി ആ അമ്മ ഹൃദയം ഏകാഗ്രമാക്കി 1000 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ദൈവമേ, ആ സ്വരം ഒരിക്കൽ കൂടി ഇവിടെ മുഴങ്ങണമേ, മകൻ്റെ കയ്യിൽ ആണി അടിക്കരുത്. പക്ഷേ ആ അമ്മയുടെ മുഴുവൻ പ്രാർത്ഥനകളെയും വിഫലമാക്കിക്കൊണ്ട് പട്ടാളക്കാരൻ്റെ കയ്യിലെ ചുറ്റിക ഉയർന്നു താണു. യേശുവിൻ്റെ കയ്യിൽ ആണി അടിക്കപ്പെട്ടു. അവൻ്റെ കയ്യിലൂടെ ഈ രുധിരച്ചാല്, ചോരച്ചാല് ഒഴുകി. അപ്പോൾ എന്താണ് ഈ രണ്ടാമത്തെ മകൻ്റെ തലവര? ആ രണ്ടാമത്തെ മകൻ അവനെ വെറുതെ വിട്ടില്ല. ഒരാൾ വെറുതെ വിടപ്പെടുന്നു, മറ്റേയാൾ ശിക്ഷ ഏറ്റുവാങ്ങുന്നു. ഒരാൾ സ്വതന്ത്രനാവുന്നു, മറ്റേയാൾ കൊല്ലപ്പെടുന്നു. വിശുദ്ധ കുർബാന നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്താണെന്നറിയാമോ? ദിസ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടറി സാക്രിഫൈസ്. ഇത് ഒരാൾക്ക് പകരം മറ്റൊരാൾ ബലിയായതാണ്. ഇസഹാക്ക് വെറുതെ വിടപ്പെടുമ്പോൾ ക്രിസ്തു ഇസഹാക്കിനും ഇസഹാക്കിനെ പോലെയുള്ള തൻ്റെ മുഴുവൻ സഹോദരന്മാർക്കും പകരം ബലിയാവുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ടറിയാണ്. അപ്പോൾ നമ്മൾ ഓരോ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത, ഇത് എനിക്ക് പകരം എൻ്റെ രക്ഷകൻ കൊല്ലപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. സത്യത്തിൽ ഈ ബലിപീഠത്തിൽ വെച്ച് വെട്ടിമുറിക്കപ്പെടേണ്ടിയിരുന്നത് ഞാനാണ്. കൊല്ലപ്പെടാൻ യോഗ്യത ഉള്ള സകല തിന്മകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് വരേണ്ടിയിരുന്ന ശിക്ഷ എനിക്ക് പകരം മറ്റൊരാൾ ഏറ്റെടുത്തതിൻ്റെ, എൻ്റെ രക്ഷകൻ ഏറ്റെടുത്തതിൻ്റെ ഓർമ്മയാണിത്. അതുകൊണ്ടാണ് ഓരോ കുർബാനയിലും അവൻ്റെ മരണം നമ്മൾ പ്രഖ്യാപിക്കുന്നു. മരണം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു എന്നല്ല, അവൻ എനിക്ക് പകരം മരിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ ഈ ഒരു തലം നമ്മൾ ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് ഈ മെസ്സേജിൽ നിന്ന് നിങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ അത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് അർപ്പിക്കുന്നത് നമ്മൾ മറന്നു പോകാനും പാടില്ല. ഓരോ കുർബാനയും പാപപരിഹാര ബലിയാണ്. എന്തോരം കോടാനുകോടി പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ കാലിക ശിക്ഷയെക്കുറിച്ച് വായിക്കുകയായിരുന്നു. ടെമ്പറൽ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയും ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കോടിക്കണക്കിന് ഒരു കൂടാരം പോലെ ഇതിങ്ങനെ പൈലപ്പ് ചെയ്ത് നമ്മുടെയൊക്കെ മേളിൽ കിടപ്പുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളത്. അപ്പോൾ എന്തോരം പാപമാണ് ഒരു ജീവിതത്തിൽ ഒരാൾ 24 മണിക്കൂർ ചെയ്തു കൂട്ടുന്നത്. നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് പാപമൊന്നുമില്ല, പക്ഷേ ചിന്ത, നിലപാട്, പ്രവൃത്തി, എന്തെല്ലാം പാപമുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ കൂന കൂടി വലിയ ഒരു മഹാമേരു പോലെ, മഹാപർവ്വതം പോലെ ഇങ്ങനെ പാപം തലയ്ക്ക് മീതെ കിടപ്പുണ്ട്. അപ്പോൾ ഓരോ കുർബാനയും
ഈ പാപത്തിൻ്റെ കെട്ട് അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് പോവുക. പാപപരിഹാര ബലിയാണ്. അതുകൊണ്ട് ആ ഒരു അവബോധം കൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. നമ്മൾ ഇന്നത്തെ പുണ്യം, നമ്മൾ പരിശീലിക്കേണ്ട പുണ്യം എന്ന് പറയുന്നത് ഉത്സാഹമാണ്. ഡിലിജൻസ്, ഉത്സാഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള തിന്മ ഏതാണ്? അലസതയാണ്. നമ്മൾ ഒത്തിരി സമയം ഇന്ന് വെറുതെ കളയുന്നുണ്ട്. പ്രത്യേകിച്ച് റീൽസ് കണ്ട്, അതുപോലെ ഷോർട്സ് കണ്ട്, പിന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, യൂട്യൂബ്, ഇതെല്ലാം നമ്മുടെ സമയം കളയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒത്തിരി നമ്മുടെ സമയം കളയുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്ക് അലസത തരുന്നുണ്ട്. വെറുതെ കിടന്നിങ്ങനെ നമ്മളോട് കർത്താവ് പറഞ്ഞത് പ്രാർത്ഥിക്കാനാണ്, സ്ക്രോൾ ചെയ്യാനല്ല. പ്രാർത്ഥിക്കാനാണ്, സ്ക്രോൾ ചെയ്യാനല്ല. നമ്മൾ സ്ക്രോൾ ചെയ്താണ് നമ്മുടെ ലൈഫിൻ്റെ മുഴുവൻ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അലസത എന്ന പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ ഇന്നൊരു നിയോഗം വെക്കാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു 15 മിനിറ്റ് നാളെ രാവിലെ നേരത്തെ, സാധാരണ ഉണരുന്നതിൽ നിന്ന് ഒരു 15 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ നമുക്ക് ഒരു തീരുമാനം, നമ്മുടെ ഒരു ടാസ്ക്കായിട്ട് എടുക്കാം. അതുപോലെ പ്രാർത്ഥന, ഒരു ബൈബിൾ വാക്യം നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയാക്കി മാറ്റാം. അത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്. മനോഹരമായ ഒരു പ്രാർത്ഥനയാണത്. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അത് നമുക്ക് പ്രാർത്ഥനയാക്കാം. പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. നല്ല പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ.